വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആരെല്ലാമോ കളിച്ചിട്ട് ആ കളിയിൽ ആരാണ് ജയിക്കുക എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഇന്ന ആള് ജയിക്കും എന്ന് പറഞ്ഞ് മേലോട്ട് തുള്ളുന്ന കാലമാണ് അല്ലേ? ഒരു കാര്യത്തിന് വേണ്ടിയല്ല, കളിക്ക് വേണ്ടി. അതുമല്ല, ആ കളി പങ്കെടുക്കുന്നില്ല, കളിക്കുന്നവനെ അറിയില്ല, കണ്ടിട്ടില്ല, അവൻ പരിചയക്കാരനല്ല, കുടുംബക്കാരനല്ല, അവൻ്റെ സംഘടനയിൽപ്പെട്ട ആളല്ല, ഒരു ബന്ധവുമില്ല. പിന്നെ വെറുതെ ഇങ്ങനെ ആഹ്ലാദം. അവിടെ ഹറാമില്ല, ഹലാലില്ല. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിൽ കയറാതെ തിരിച്ചുപോയി ഒരു സമയം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ പേടിച്ച് ബേജാറായി പോയി. അതൂബു ഇലല്ലാഹി വഇലാ റസൂലിഹി മാദാ അദ്നബതു യാ റസൂലല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പറയാണ്, ഞാൻ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ഖേദിച്ച് മടങ്ങുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു പോയി നബിയെ, തങ്ങളെന്നെ റൂമിൽ കയറാതെ തിരിച്ചു പോകുന്നത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്താണ് ഈ തൂക്കിയിട്ടിട്ടുള്ള സാധനം? ആ തൂക്കിയിട്ട കർട്ടന്റെ മേലെ ജീവനുള്ള സാധനത്തിന്റെ രൂപം ഉണ്ട്. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു പോവുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അതെടുത്ത് മാറ്റുന്നു. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുന്നു. ഇപ്പൊ സുബ്ഹാനല്ലാഹ്, ജീവനുള്ള മനുഷ്യന്മാരുടെ കട്ടൗട്ട് ഉണ്ടാക്കി വെക്കുകയാണ്, ജീവനുള്ളവരുടെ രൂപമുണ്ടാക്കി വെക്കുകയാണ്. അതും മുസ്ലിങ്ങൾ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അവന്റെ നിയമങ്ങളെക്കുറിച്ചോ ആദാബുകളെക്കുറിച്ചോ യാതൊരു ബോധവുമില്ലാത്ത അഹങ്കാരവും ആഹ്ലാദവും, അതും വെറുതെ തന്നെ ഒരു കാര്യമുണ്ടായിട്ടല്ല. വാസ്തവത്തിൽ ലോകത്താർക്കും ഒരിക്കലും അഹങ്കരിക്കാൻ അവകാശമില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അഹങ്കരിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടൂല. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. അതുപോലെ നാശമുണ്ടാക്കരുത്. നീ എന്ത് വേണം? വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു തന്ന അനുഗ്രഹം ഉപയോഗപ്പെടുത്തി പാരത്രിക ലോകം നീ നേടാൻ നോക്കണം. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിനക്ക് തന്ന സ്ഥാനവും നിനക്ക് തന്ന സമ്പത്തും അതെല്ലാം പാരത്രിക ലോകം നേടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. وابتغ فيما آتاك الله الدار الآخرة وأحسن كما أحسن الله إليك. അല്ലാഹു തആല നിനക്ക് ഒരുപാട് നന്മ ചെയ്തല്ലോ, അതനുസരിച്ച് നീയും അതാ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യണം. ആത്മാർത്ഥമായി സാധുക്കളെ സഹായിക്കണം, നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കണം, ആവശ്യമുള്ളതിൽ ചെലവഴിക്കണം, നീ നല്ല പ്രവർത്തനങ്ങൾ നടത്തണം. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. മാത്രമല്ല വലാ തൻസ നസീബക മിനദ് ദുനിയാ. അതേ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. ആഖിറമാകുന്ന വീട് നീ തേടണം. അതേപോലെ തന്നെ വലാ തൻസ നസീബക മിനദ് ദുനിയാ. ഈ ദുനിയാവിൽ നിന്ന് നിനക്കുള്ള നസീബിനെ നീ മറന്നു പോകരുത്. നീ ഇവിടെ എത്ര ഡങ്കോടുകൂടി എത്ര ഉന്നതമായ പദവി അലങ്കരിച്ച് ഏത് കാര്യങ്ങൾ ഉപയോഗിച്ച് ജീവിച്ചാലും നിനക്ക് പോകുന്ന സമയത്ത് ധരിക്കാനുള്ളത് 3 തുണിയാണ്, ഒരൽപ്പം പരുത്തിയാണ്. മരിച്ചു പോകുന്നവരെ യാത്രയാക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ നമുക്കറിയാമല്ലോ. ആരും അവന്റെ വാഹനവും എടുത്തു പോകുന്നില്ല, അവന്റെ വീട് അവന് കാലകാലം താമസിക്കാനില്ല. അതേ അവന്റെ ഭാര്യ അവന്റെ കൂടെ പോയി കിടക്കാനില്ല. അവനതാ എയർ കണ്ടീഷൻ റൂമില്ല, ഫാനില്ല, വിസറിയില്ല, കിടക്കയില്ല. വളരെ ഇടുങ്ങിയ സ്ഥലത്ത് പോയി അവൻ കിടക്കണം. അവന് മറ്റ് യാതൊരു സംവിധാനങ്ങളുമില്ല.
വലാ തൻസ നസീബക മിനദ് ദുനിയാ, നിന്റെ നസീബിനെ നീ മറന്നു പോകരുത്. ദുനിയാവിൽ നിന്ന് നിനക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. നീ എല്ലാം കൈയൊഴിച്ച് പോകേണ്ടവനാണ്. നിന്റെ എല്ലാ തുള്ളിച്ചാടലും ഇവിടെ അവസാനിക്കുകയാണ്. നിന്റെ എല്ലാ അഹങ്കാരവും തീർന്നു പോവുകയാണ്. നിന്റെ സമ്പത്തുകളെല്ലാം നീ ഇവിടെ ഒഴിച്ചിട്ട് പോവുകയാണ്. നീ നിന്റെ നസീബിനെ മറന്നു പോകരുതേ. അതിൻ്റെ പുറമെ അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു നിനക്ക് നന്മ ചെയ്തത് പ്രകാരം നീ നന്മ ചെയ്യണേ, നല്ല കാര്യം ചെയ്യണേ, പാവപ്പെട്ടവരെ പരിഗണിക്കണേ, സാധുക്കളെ സഹായിക്കണേ, ജനങ്ങൾക്ക് ആവശ്യമുള്ളതിന് വേണ്ടി നീ പ്രവർത്തിക്കണേ, അതിനു വേണ്ടി നീ സഹകരിക്കണേ, അങ്ങനെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണേ. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക് വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ നീ നാശമുണ്ടാക്കരുത്, നാശം തേടരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, നാശമുണ്ടാക്കുന്നവരെ അല്ലാഹു നിശ്ചയം ഇഷ്ടപ്പെടൂല. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സ്വഭാവം എന്താണ്? അവരെപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായിരിക്കും, താഴ്മയോടെ ജീവിക്കുന്നവരായിരിക്കും. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ താഴ്മയോടെ നടന്നു പോകുന്നവരാണ്. അവർക്ക് അഹങ്കാരമുണ്ടാകില്ല. വിവരമില്ലാത്തവർ അനാവശ്യമായി വല്ലതും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അവർ പ്രതിഷേധിക്കുന്നില്ല, പ്രകോപിതരാകുന്നില്ല. അവരവിടെ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞു പോവുകയാണ്. അവരതിൻ്റെ പുറമെ പാതിരാ സമയത്ത് എഴുന്നേറ്റ് റബ്ബിനു വേണ്ടി നിസ്കരിക്കുകയും റബ്ബിനോട് താണുകേണി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എന്നല്ല, അവർ നരകശിക്ഷയെ ഭയപ്പെട്ട് റബ്ബിനോട് കാവൽ ചോദിക്കുന്നവരാണ്. അവർ ചെലവഴിക്കുമ്പോൾ അനാവശ്യത്തിന് ചെലവഴിക്കൂല, ആവശ്യത്തിന് കൃത്യമായി മാത്രം ചെലവഴിക്കും. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ആവശ്യത്തിന് ചെലവഴിക്കും, അനാവശ്യം ചെലവഴിക്കൂല. കുറെ പുത്തൻവാദികളുണ്ട് ലോകത്ത്. ആ പുത്തൻവാദികൾ റബീഉൽ അവ്വലാകുമ്പോൾ അല്ലെങ്കിൽ ഉറൂസ് വരുമ്പോൾ അവരുടെ വകയിലൊരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു ലേഖനം കാര്യമായിട്ട് അവരെന്താ പറയാറിയോ? ഈ ഉറൂസിന് ചെലവഴിക്കുന്ന സംഖ്യ, നബിദിനത്തിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സംഖ്യ, അതൊക്കെ ഇങ്ങനെ വെറുതെ ചെലവഴിക്കാനുള്ളതാണ്, അതൊക്കെ അനാവശ്യമാണ്. അങ്ങനെ ഒരു ലൈറ്റ് ഇട്ട് നശിപ്പിക്കേണ്ടതില്ല, അങ്ങനെ നശിപ്പിക്കേണ്ടില്ല, എങ്ങനെ നശിപ്പിക്കേണ്ടില്ല എന്ന് പറയുന്ന കുറേ ടീമുണ്ട് ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് നെല്ലിക്കുത്തിരിക്കുന്നല്ല, നമ്മുടെ കേരളത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ടീം ഒന്നും ഈ മനുഷ്യന്മാരെ കോലം മുഴുവനും നാടൊട്ടാകെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരൊറ്റ മൗലവി മിണ്ടുന്ന കാണുന്നില്ല. അതിനെതിരായിട്ട് ഇത് അനാവശ്യം ചെലവഴിക്കലാണെന്ന് ഒരൊറ്റ മൗലവിയും പറഞ്ഞു കാണുന്നില്ല. അതെന്തേ? നബിദിനത്തിനെതിരെ പറയുന്നതും ഉറൂസിനെതിരെ പറയുന്നതും മഹാന്മാരോടുള്ള വിരോധാണ്. അത് ദീനിനോടുള്ള കൂറല്ല. അതേ സമയത്ത് ജീവനുള്ള സാധനത്തിന്റെ കട്ടൗട്ട് ഉണ്ടാക്കി വെക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് ദീനാണ്. ദീനിനു വേണ്ടിയാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കളും പ്രവർത്തകരും നിലനിൽക്കുന്നത്. അവരതിനു വേണ്ടിയാണ് ദഅവത്ത് നടത്തുന്നത്. ഓ സുഹൃത്തുക്കളെ, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. അനാവശ്യം ചെലവഴിക്കരുത്. റൂസിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അത് അനാവശ്യമല്ല, അത് വലിയ പുണ്യമുള്ള അമലാണ്. റൂസിന് പരിപാടി സംഘടിപ്പിക്കാൻ ലൈറ്റ് വെച്ചാൽ അത് ആദരവിന്റെയും സ്നേഹത്തിന്റെയും ദഅവത്തിന്റെയും ഭാഗമാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളം ബിരിയാണി വെച്ച് കൊടുത്താൽ സ്നേഹപ്രകടനത്തിന്റെയും ആദരവിന്റെയും ഭാഗമാണ്. അത് അനാവശ്യമല്ല. ഒരാളൊരു പുതിയ വീടുണ്ടാക്കി താമസിക്കുമ്പോൾ എല്ലാവരെയും വിളിച്ച് ബിരിയാണി കൊടുത്ത്, അത് അനാവശ്യമല്ല. ഞങ്ങളുടെ നാട്ടിൽ ഗൃഹപ്രവേശനം എന്ന് പറയും. ഇവിടെ എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. എന്ത് പറഞ്ഞാലും തിരക്കുകളിലെ കുടിയിരിക്കാന്നോ അല്ലെ കുറ്റൂശാന്നോ അല്ലെങ്കിൽ ഏത് പേര് പറഞ്ഞാലും അത് അനാവശ്യമല്ല, അത് സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ
ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് അതാ ഭക്ഷണം വിതരണം ചെയ്താൽ അത് പുണ്യമാണ്, നല്ലതാണ്, അതൊരനാവശ്യ കാര്യമല്ല. ഒരു മഹാനെ ബഹുമാനിച്ച് നല്ല ഭക്ഷണം കുറെ ഉണ്ടാക്കിയാൽ അത് അനാവശ്യമല്ല. മഹാനായ മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരിന് റളിയല്ലാഹു മർഖദ SYSന്റെ പൂർവ്വകാല പ്രസിഡന്റായിരുന്നു. അതേ നമ്മുടെ സംഘടനകൾക്കൊക്കെ നേതൃത്വം കൊടുത്തവർ വലിയ വലിയ മഹാന്മാരാണ്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ വലിയ സൂഫിവര്യനായ ഒരു മഹാനായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ബഹുമാനപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. പെരിങ്ങത്തൂരിൽ താലൂക്ക് ജമിയത്തുൽ ഉലമയുടെ സമ്മേളനത്തിന് വന്നപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നു. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മഹാനവറുകളും കുറച്ച് പണ്ഡിതന്മാരും കാസർഗോഡ് ജില്ലയിൽ നിക്കാഹിന് ശേഷം കൊടുത്താലും കുഴപ്പമില്ല. ഇതായിരുന്നാലും വലീമത്തൊരു സുന്നത്താണ്, അതനാവശ്യമല്ല. അതൊരാളെ കഴിവനുസരിച്ച് കൊടുക്കുമ്പോൾ അതിന് കുറ്റം പറയാൻ പാടില്ല. അതാവശ്യത്തിനാണ്. ആവശ്യത്തിന് ചെലവഴിക്കുന്നതിന് കുഴപ്പമില്ല, അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാർ അവർ വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ, ചെലവഴിക്കുമ്പോൾ അനാവശ്യം ചെലവഴിക്കൂല. വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ, രണ്ടിന്റെയും ഇടയ്ക്കൊരു മധ്യ നിലവാരമുള്ളവരായിരിക്കും അവർ. സുബ്ഹാനല്ലാഹ്. ഒരു ഇൽമിന്റെ പ്രചരണം നടക്കുന്ന വാളിന്റെ സദസ്, അല്ലെങ്കിൽ അതാ ഒരു സ്ഥാപനത്തിന്റെ വാർഷികം നടക്കുന്ന സദസ്, ആ സദസ്സിന്റെ പ്രചരണത്തിന് വേണ്ടി കുറെ തോരണം തൂക്കിയാൽ, അതിനുവേണ്ടി കുറെ ബോർഡുകൾ സ്ഥാപിച്ചാൽ, നമ്മുടെ സംഘടനയുടെ സമ്മേളനത്തിന് കുറെ ബോർഡ് സ്ഥാപിച്ചാൽ, അതെല്ലാം നല്ല കാര്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ്. നല്ല കാര്യത്തിന് വേണ്ടിയുള്ള പ്രചരണത്തിന് ചെലവഴിക്കുന്നത് അനാവശ്യമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടി എന്തിന് സമയം കളയണം, എന്തിന് പണം കളയണം? ചിന്തിക്കേണ്ടതല്ലേ? ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.